ADGP അജിത് കുമാർ IPSനെതിരെ അതിശക്തമായ നടപടി വേണം എന്നൊരു വലിയ വിഭാഗം വിശ്വസിക്കുന്നവർ കോൺഗ്രസിലുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടി പാടുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. പോലീസ് സേനയ്ക്കകത്തുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി രണ്ട് തരത്തിലുള്ള ആളുകളും രണ്ട് ചേരിയായി നിൽക്കുന്നതാണ് വളരെ രസകരമായ കാര്യം. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാ കാലത്തും കേരളത്തിലെ പോലീസ് സേനയിൽ തർക്കമുണ്ടായ കാലത്തൊക്കെ ഇത്തരത്തിൽ രണ്ട് ചേരി രൂപപ്പെടും. ഒന്ന് രക്ഷകന്മാരുടെ ചേരി, രണ്ട് ശിക്ഷകന്മാരുടെ ചേരി. അജിത് കുമാർ IPSനെ എങ്ങനെയും ശിക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ അജിത് കുമാർ IPSനെ ഒരു കാരണവശാലും ശിക്ഷിക്കരുത്. അങ്ങനെ ശിക്ഷിച്ചാൽ നമുക്കും നാളെ ഇതായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ പേരിലും പല കേസുകളിലും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അങ്ങനെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. അപ്പോൾ അജിത് കുമാറിനെ ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ ഈ നടപടിക്രമങ്ങളെന്ന് നമുക്കറിയില്ല. എന്തായാലും SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ട് DGP മടക്കി എന്നാണ് പറയുന്നത്. മടക്കിയപ്പോൾ അതിൽ ഡിസിഷനോട് കൂടി മടക്കിയതാണോ, അതോ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി മടക്കിയതാണോ, അതോ തിരിച്ചു കൊടുത്തതാണോ എന്നറിയില്ല. DGP സമ്മർദ്ദത്തിലാണോ? എങ്കിൽ ആരുടെ സമ്മർദ്ദത്തിലാണ് DGP? അതായത് ആരുടെ സമ്മർദ്ദം ചോദിച്ചാൽ രക്ഷകരുടെ മുൻതൂക്കമുള്ള സമ്മർദ്ദത്തിലാണോ, ശിക്ഷിക്കണം എന്ന് പറയുന്നവരുടെ സമ്മർദ്ദത്തിലാണോ? ശിക്ഷിക്കണമെന്ന് പറയുന്നവരുടെ സമ്മർദ്ദത്തിലാണോ സർക്കാർ, രക്ഷിക്കണമെന്ന് പറയുന്നവരുടെ സമ്മർദ്ദത്തിലാണോ സർക്കാർ? എന്തായാലും രണ്ട് കൂട്ടരും പുറത്തുണ്ട്. സേനയ്ക്കകത്തും പുറത്തും രണ്ട് കൂട്ടരുമുണ്ട്. അജിത് കുമാറിനെ രക്ഷിക്കണമെന്ന് രക്ഷിച്ചെടുക്കണമെന്ന്, അത് തങ്ങളെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ട്, അത് അവരുമുണ്ട്. എന്നാൽ നിരപരാധിയാണ്, അജിത് കുമാറിന് ഇതിൽ പങ്കില്ല, അതുകൊണ്ട് അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കണം എന്ന് പറയുന്നൊരു വിഭാഗം. അങ്ങനെ വലിയ രീതിയിലാണ് സേനയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് പറയുമ്പോൾ പോലീസ് സേനയ്ക്കകത്ത് ഇങ്ങനെ രണ്ടോ മൂന്നോ ചേരികളിലായി, ചേരി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് യോഗമൊന്നുമില്ല, പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന രണ്ട് മൂന്ന് വിഭാഗങ്ങളായി. ഒന്ന്, അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും ശിക്ഷ വാങ്ങി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം. ഒരു സാഹചര്യത്തിലും അജിത് കുമാറിനെ ശിക്ഷിക്കപ്പെടരുത് എന്ന് വിചാരിക്കുന്ന മറ്റൊരു വിഭാഗം. അതേസമയം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ വിഭാഗം. ഈ വിഭാഗങ്ങളുടെ കയറ്റിറക്കത്തിനനുസരിച്ചായിരിക്കും അജിത് കുമാറിന്റെ ഫയലിന്റെ ഭാവി. എന്തായാലും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കാണോ ഇത് കിട്ടുന്നത്, കൂടുതൽ അപ്പർ ഹാൻഡ് കിട്ടുന്നത്, അതോ ശിക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണോ അപ്പർ ഹാൻഡ് കിട്ടുന്നത് നമുക്കറിയില്ല. അതോ ന്യൂട്രലായി നിൽക്കുന്നവർക്കാണോ അപ്പർ ഹാൻഡ് കിട്ടുന്നത്? ന്യൂട്രലായവരുടെ താല്പര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരുടെ താല്പര്യത്തിന് അനുഗുണമായി പോകുമോ എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും DGP ആ നോട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് താഴേക്ക് വീണ്ടും കൊടുത്തിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. അത് കൊറിയിട്ട് കൊടുത്തതാണോ, സംശയം ചോദിച്ചതാണോ, നടപടിയെടുത്തതാണോ എന്നൊന്നും അറിയില്ല. അതിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയൂ. സാധാരണയായി DGPമാർക്ക് ഇത്രയും റിപ്പോർട്ട് കിട്ടിയാൽ നടപടി കൂടി ശുപാർശ ചെയ്തുകൊണ്ട് ചിലപ്പോൾ താഴേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് മന്ത്രിയുടെ റാറ്റിഫിക്കേഷനോ മന്ത്രിയുടെ അഭിപ്രായത്തിനോ കൊടുക്കാം. രണ്ട് പ്രോസസ്സും DGPക്ക് ചെയ്യാം. ഒന്നുകിൽ ഫയൽ മടക്കാം, ഇതിൽ പ്രത്യേകിച്ച് ക്യാപ്റ്റൻ അബയൻസ് പോലെ മടക്കാം, തൽക്കാലത്തേക്ക് നടപടിയില്ല. ക്യാപ്റ്റൻ അബയൻസ് ചെയ്യുന്നത് തുടർ നടപടികൾ നിർത്തിവെക്കുക എന്നുള്ള രീതിയിൽ ക്യാപ്റ്റൻ അബയൻസ് വയ്ക്കാം. കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടാം, അല്ലെങ്കിൽ നടപടി ശുപാർശ ചെയ്യാം. അതുമല്ലെങ്കിൽ മേളിലേക്ക് മന്ത്രിക്ക് അയച്ച് റാറ്റിഫിക്കേഷനും ഫോർ ഇൻഫർമേഷൻ, കൈൻഡ് ഇൻഫർമേഷൻ ഫോർ യുവർ കൈൻഡ് പെർയൂസൽ ആൻഡ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി മുകളിലോട്ട് കൊടുക്കാം. എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും വരുന്ന ന്യൂസുകൾ അനുസരിച്ച് DGP ഫയൽ മടക്കിയിരിക്കുകയാണ്. മടക്കിയ ഫയലിൽ എന്താണെന്ന് നമുക്കറിയില്ല, വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ അറിയുമ്പോഴാണ് ഈ ബലാബല ചേരിയിൽ ഏത് ബലത്തിനാണ്, ഏത് ചേരിക്കാണ് ഇവിടെ മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഈ സേനയിൽ ഇങ്ങനെ സേനയിൽ മാത്രമല്ല IASകാരിലും ഇങ്ങനെയെല്ലാം വന്നിട്ടുണ്ട്. വലിയ പടലപ്പിണക്കങ്ങളും പരസ്പരം ഗ്രൂപ്പ് പോരുകളും തമ്മിൽ തല്ലുമൊക്കെ എല്ലാ കാലത്തും വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് പേർ രക്തസാക്ഷികളാകേണ്ടിയും വന്നിട്ടുണ്ട്. അത് ഈ ഈഗോയും കോംപ്ലക്സും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എല്ലാം കൂടി വന്ന് അവസാനം രക്തസാക്ഷികളാകുന്നവരുമുണ്ട്. എന്നാൽ റിയലായിട്ട് വന്നിട്ട് രക്ഷപ്പെടുന്നവരുമുണ്ട്, ശിക്ഷിക്കപ്പെടുന്നവരുമുണ്ട്. ഇതൊരു വലിയ
സമസ്യയാണ്. ഈ സമസ്യയിൽ അജിത്ത് രക്ഷപ്പെടുമോ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അജിത്തിൻ്റെ ഭാവി അത്ര ഭാസുരമല്ല. അത് ശിക്ഷിച്ചാലും രക്ഷിച്ചാലും അജിത്തിനെതിരെ ശിക്ഷാ നടപടി വന്നാലും ഇല്ലെങ്കിലും മുന്നോട്ടുള്ള യാത്ര അത്ര സുഖകരമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.